വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണല്ലോ. അങ്ങനെ ഒരു സമരം നടക്കും. ദുരന്തബാധിതർ ഉൾപ്പെടെ ഈ സമരത്തിലുണ്ട്. അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ MP ഇതിന്റെ ഭാഗമായി വരികയാണ് വേണ്ടത്, അല്ലാതെ ക്ഷണിച്ചു കൂട്ടേണ്ട ആളല്ല MP. വയനാടിന്റെ ഒരു കാര്യത്തിലും അങ്ങനെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ കുറെ കാലങ്ങളായി വയനാട് അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പരിഹരിക്കേണ്ട വിഷയങ്ങളാണ്. രാത്രിയാത്രാ നിരോധനമായാലും അതുപോലെ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടതായാലും ഇപ്പോൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടതായാലും. എന്നാൽ അതിലൊന്നും കേന്ദ്രത്തിന് നിലപാടുണ്ടാവുന്നില്ല. അതിൽ യഥാർത്ഥത്തിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് വയനാടിന്റെ MP ആണ്. രാഹുൽ ഗാന്ധി ആവട്ടെ, ഇപ്പോഴത്തെ MP പ്രിയങ്ക ഗാന്ധി വദ്ര ആവട്ടെ, ഇവരൊന്നും ഈ നിലയിലുള്ളൊരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവർ ചെയ്യുന്നത് ഇതിനൊക്കെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുക. മുഖ്യമന്ത്രിക്ക് അല്ലല്ലോ അവർ കത്തയക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ട് പ്രധാനമന്ത്രിക്കും ഗവൺമെന്റിലുമാണ് ഇടപെടേണ്ടത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പൊ അവരും പ്രിയങ്ക ഗാന്ധി MP എന്ന നിലയിൽ മുഖ്യമന്ത്രി കത്തെഴുതി. യഥാർത്ഥത്തിൽ എന്തിനാ കത്തെഴുതിയ? വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. വന്യമൃഗശല്യം 1972 ഉണ്ടാക്കിയത്, കോൺഗ്രസ്സാണ് ഉണ്ടാക്കിയത്. ഇത് അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നല്ലോ പ്രധാനമന്ത്രി. അപ്പോൾ അത് ഭേദഗതി 5 തവണ കോൺഗ്രസ് ചെയ്തതും ജനവിരുദ്ധമായിട്ടാണ്, ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല. പിന്നീട് 2 തവണ BJP ഭേദഗതി ചെയ്തതും ജനവിരുദ്ധമായിട്ടാണ്, ജനങ്ങൾക്ക് അനുകൂലമായിട്ടല്ല, കർക്കശമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഏറ്റവും ഒടുവിൽ അവിടെ പ്രിയങ്ക ഗാന്ധി വന്ന ഘട്ടത്തിൽ നിങ്ങളുടെ പ്രതിനിധികൾ തന്നെ, മാധ്യമപ്രവർത്തകർ തന്നെ അവരോട് ചോദിച്ചല്ലോ, ഇത് ഭേദഗതി ചെയ്യാൻ വേണ്ടി മുൻകൈ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മുൻകൈ എടുക്കില്ല എന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവരുടെ ബാധ്യത? ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം എന്താണ്? ഒരുപാട് ആളുകൾ മരിച്ചു വീഴുകയാണ്. ആ ഘട്ടത്തിൽ നിയമ ഭേദഗതി അനിവാര്യമാണ്. അപ്പോൾ ആ നിലയിലുള്ള മുൻകൈ അവരെടുക്കുന്നില്ല എന്നുള്ള പ്രശ്നവും ഇതിലുണ്ട്. ഇവിടെ ഈ നിലയിൽ അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ അവർ ഇവിടെ എത്തിച്ചേരുന്നു. ഇപ്പം ഇന്നലെ തന്നെ കണ്ടു, ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ കക്ഷി നേതാവ് ഉൾപ്പെടെ അവിടെ വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ MP-മാർ ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായി ഐക്യദാർഢ്യപ്പെടാൻ വരുന്നു. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വയനാടിന് MP വരണ്ടേ? വരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. ഇനി വന്നില്ലെങ്കിൽ കൂടെ അവർ ഈ കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ വേണ്ടി തയ്യാറാവണം. പാർലമെന്റിലും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിലും ഇടപെടാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ് വേണ്ടത്. സമരം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ കത്തയച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇതുവരെ അയച്ചില്ലല്ലോ. ഇന്നലെയാണല്ലോ ഒരു കത്തയച്ചത്. കത്തിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആവശ്യം അത് പോരാന്നുള്ള കാര്യം വേറെ. ഗ്രാൻഡായിട്ട് മുഴുവൻ പൈസയും തരേണ്ടതാണ്, 2000 കോടി. അതും കൂടി അവർ പറയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. യെസ്.